Adobe Illustrator Malayalam ട്യൂട്ടോറിയലിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Adobe Illustratorനകത്ത് എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളൊരു Adobe Illustrator ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു ഡോക്യുമെന്റിന്റെ വിശേഷണങ്ങൾ, മറ്റുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമ്മളിന്ന് അഡോബി ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മാക് ആണ്, നിങ്ങൾ ചിലപ്പോൾ PC ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞാലും അഡോബ് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ക്രോസ് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മളുടെ അഡോബിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറി ഉപയോഗിക്കുന്ന ഒരു യൂസറിന് അത് സിമ്പിൾ ആയിരിക്കണം എന്ന് കരുതിയിട്ട് അഡോബ് എല്ലാത്തിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മാക്കിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് PC ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഞാനിവിടെ ലോഞ്ച് പാഡ് എടുത്തിട്ടുണ്ട്. ലോഞ്ച് പാഡിനകത്ത് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ 2022 ആണ് ഇപ്പോൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. അഡോബി ഇല്ലുസ്ട്രേറ്റർ 2022 ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആയാലും അത് വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ വരത്തുള്ളൂ. ആദ്യം കാണുന്ന ഈ ഒരു എന്താ പറയുക സ്പ്ലാഷ് സ്ക്രീനിൻ്റെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷത്തിനും വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിത് നിങ്ങൾക്ക് കരുതിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു വളരെ ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ആദ്യമായിട്ട് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് തരത്തിലായിരിക്കും അഡോബി ഇല്ലുസ്ട്രേറ്റർ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും അവർക്ക് കിട്ടുന്നത് എന്നുള്ളൊരു തരത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ സ്ക്രീന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2022 എന്ന് പറയുന്ന സ്ക്രീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണാം, നമുക്കിവിടെ ഈ സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ന്യൂ ഫയൽ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ യുവർ ഫയൽസ് ഷെയർഡ് വിത്ത് യു ഡിലീറ്റഡ് കൊടുത്തിട്ടുണ്ട്. ന്യൂ ഫയൽ എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്തെങ്കിലും ഫയലുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ എന്ന് പറയുന്ന ഫയലുകൾ കൊടുത്തിട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെറ്റർ ഓപ്ഷൻസ്, പോസ്റ്റ് കാർഡ് ഓപ്ഷൻസ്, കോമൺ, iPhone X, HD TV എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ ടെംപ്ലേറ്റ് പോലുള്ള ഓപ്ഷൻസ് ആണ്. ലൈക്ക് നമുക്ക് ഓൾറെഡി ഇതിൽ പ്രീസെറ്റ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് ഫയൽ അല്ലെങ്കിൽ ഒരു എന്ത് തരത്തിലാണോ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഒരു ക്വിക്ക് ആക്സസിന് വേണ്ടിയിട്ട് പോലെ വച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലെറ്റർ അടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലെറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ പോസ്റ്റ് കാർഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ iPhone X അങ്ങനെ ഒരുപാടധികം ഡിവൈസുകളിൽ നിങ്ങൾക്ക് ഇവിടെ മോർ പ്രീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ മോൾ ഭാഗത്തായിട്ടൊരു ചെറിയൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് നിങ്ങളിവിടെ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്താലും ഉണ്ടാകുന്നത്. അപ്പോൾ മോർ പ്രീസെറ്റ് ആയാലും ന്യൂ ഫയൽ ആയാലും സെയിം എഫക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ന്യൂ ഡോക്യുമെൻറ്റ് എന്താണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാടധികം പ്രീസെറ്റുകൾ ഉള്ളതാണ് അഡോബി ഇല്ലുസ്ട്രേറ്ററിന്. സേവ്ഡ് ടാബ് എന്ന് പറയുന്നത് നമ്മൾ ക്ലൗഡ് സേവിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെംപ്ലേറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സേവ്ഡ് ടാബിനകത്തായിരിക്കും വരുന്നത്. നമുക്ക് എന്തായാലും അത് വിടാം. മൊബൈൽ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാടധികം പ്രീസെറ്റ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. iPhone 10 ഉണ്ട്, iPhone 8 ഉണ്ട്, സാംസങ്ങിൻ്റെ പല ഫോണുകളും ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ സർഫസ് പ്രോ ഉണ്ട്, ഗൂഗിൾ പിക്സൽ ഫോൺസ് ഉണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ആണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഒട്ടുമിക്കതുമായിരിക്കും മറ്റുള്ള ഫോണുകൾക്കും ഉള്ളത്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. താഴത്തെ പിക്സൽ റെസൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഓരോ ഫോണിൻ്റെയും പേരുകൾക്ക് താഴെയായിട്ട് അതിൻ്റെ പിക്സൽ റെസൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. 750 by 1334 പിക്സൽസ്, 2004-8 by 2732 അങ്ങനെ പലതരത്തിലുള്ള റെസൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെബ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, ലൈക്ക് നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രീസെറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ് ഒരുപാടധികം പ്രീസെറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമൺ പ്രീസെറ്റ്സ്, വെബ് ലാർജ്, വെബ് മിനിമം, അങ്ങനെ പലതരത്തിൽ മാക്ബുക്കിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് പലതരത്തിൽ കാണാം. ഞാനിത് നോക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ റെസൊല്യൂഷൻസ് ആയിരിക്കും. ഏത് റെസൊല്യൂഷനാണ് ബെറ്റർ നോക്കിയിട്ടാണ് എനിക്കും എടുക്കുന്നത്. റെസൊല്യൂഷൻസ് നോക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതായിരിക്കും നമ്മുടെ ആക്ച്വൽ ഫയൽ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ വെബ് കഴിഞ്ഞു. അടുത്ത നമ്മുടെ
പ്രിന്റ്, ഫിലിം, വീഡിയോ അങ്ങനെ ഒരുപാടധികം നിങ്ങൾക്ക് കാണാം. പ്രിന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് A4 സൈസ്, A3 സൈസ്, ഇത് പ്രിന്റാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ലൈക്ക് നമ്മളെന്തെങ്കിലും പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്. ഇത് ഒരു പിക്സൽസ് പറയുന്നതല്ല, പോയിന്റ്സ് ആണ് കേട്ടോ നേരത്തെ പറയുന്നത്. നമ്മൾ മറ്റുള്ളതിലൊക്കെ പിക്സൽസ് കണ്ടു, പ്രിന്റിലേക്ക് വരുമ്പോഴത്തേക്കും പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിടക്കുന്നത്. PT എന്നായിരിക്കും കിടക്കുന്നത്, നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ പറ്റും. പിന്നീട് ഫിലിം ആൻഡ് വീഡിയോയിലേക്ക് വരുമ്പോൾ അഗെയിൻ പിക്സൽസ് ആണ്. അതിൽ 720p, 1080p, 4K UHD, 8K FUHD ഫയൽസ്, 2K ഫയൽസ്, അങ്ങനെ പലതരത്തിലുള്ള റെസൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവസാനമായിട്ടുള്ളത് ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ്. ഇതിനകത്ത് പോസ്റ്റ് കാർഡ്, ലെറ്റർ, A4, നമുക്ക് എല്ലാ തരത്തിലുള്ള മറ്റ് സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാടധികം പ്രീസെറ്റുകൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ ഒരു പ്രീസെറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അഥവാ ഇനി പ്രീസെറ്റുകളൊന്നും നമുക്ക് എന്താ പറയുക, പ്രീസെറ്റിനനുസരിച്ചല്ല ചെയ്യേണ്ടത്. നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് വേണ്ട രീതിയിലാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് സൈഡിലുള്ള കോർണർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം നമ്മളുടെ ആദ്യത്തെ പ്രീസെറ്റ് ഡീറ്റെയിൽസിൽ നമുക്ക് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ പോസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് പോസ്റ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കസ്റ്റമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആയിട്ട് ഇപ്പോൾ പ്രീസെറ്റ് ഡീറ്റെയിൽസിൽ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വെൽക്കം എന്ന് തന്നെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വിഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്ന 2 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. വിഡ്ത്ത് ഇതെല്ലാം പോയിന്റ്സ് എന്ന് പറയുന്ന ഇതിലാണ് കിടക്കുന്നത്, നേരത്തെ പറഞ്ഞു. PT എന്ന് പറയുന്നത് പോയിന്റ്സ് ആണ്. ഇല്ലുസ്ട്രേറ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു മെഷർമെൻറ്റ്സ് നോക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാര്യം പോയിന്റ്സ്, പിക്സൽസ്, പിക്കാസ്, ഇഞ്ചസ് ഇതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു അറിവ് വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മൾ കസ്റ്റമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് വിഡ്ത്ത്, ഹൈറ്റ്, പോയിന്റ്സ്, അപ്പോൾ അതൊക്കെ പോട്ടെ. ഇപ്പോൾ വിഡ്ത്തിനകത്ത് നമ്മൾ ഒരുപാടധികം എന്താ പറയുക ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും നമുക്ക് എടുക്കാം. ലൈക്ക് ഇഞ്ചസ് അല്ലെങ്കിൽ ഫീറ്റ്, ഇതൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത്. അമേരിക്കൻസിനാണ് ഈ പോയിന്റ്സ് അതുപോലെ തന്നെ മറ്റുള്ള കുറച്ചുകൂടെ യാർഡ്സ് ഒക്കെ കുറച്ചുകൂടെ ഇതായിട്ട് വരുന്നത്. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളത് നമുക്ക് ഇഞ്ചസ് ആണ്, അതുപോലെ തന്നെ ഫീറ്റ്, അതുപോലെ തന്നെ സെൻറ്റിമീറ്റേഴ്സ്, മീറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പിക്സൽസ് ആണ് എടുക്കുന്നത്. പിക്സൽസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇഞ്ചസ് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കണക്കാക്കിയിട്ട് ഞാൻ ഇഞ്ചസ് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ വീതിയാണ്. നമ്മളൊരു ഏത് ഫയലാണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വീതി എത്ര വേണം എന്നുള്ളതാണ്. ഇപ്പോൾ വീതി ഇഞ്ചസ് കണക്കാക്കുന്ന സമയത്ത് സിമ്പിളി നമ്മളുടെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് നമ്മളുടെ ഫോണിൻ്റെ ഇഞ്ചസ് എത്രയാണെന്നുള്ളത് വെച്ചിട്ടൊക്കെ നമുക്ക് എത്ര ഇഞ്ച് വേണം എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ വിഡ്ത്ത് ഇവിടെ 4 ഇഞ്ചാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ത്ത് ഇവിടെ കൊടുക്കാം. ലൈക്ക് 7 ഇഞ്ചസ് വേണമെങ്കിൽ 7 ഇഞ്ചസ് കൊടുക്കാം. ഞാൻ ഹൈറ്റും 7 ഇഞ്ചസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ഓറിയൻറ്റേഷൻ ഉള്ളൊരു ആർട്ട് ബോർഡ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ആർട്ട് ബോർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, വരും വഴിക്ക് ഞാനതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വിഡ്ത്ത് 7 ഇഞ്ചസ് കൊടുത്തു. ഹൈറ്റും ഞാനിപ്പോൾ പോട്ടെ, ഹൈറ്റ് വിഡ്ത്ത് 7 ഇഞ്ച് കൊടുത്തു. ഹൈറ്റ് ഞാൻ 10 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഓറിയൻറ്റേഷനാണ് കിടക്കുന്നത്. ഒരു പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ ആണെന്ന് ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി, നിങ്ങൾക്ക് അത് അവിടെ കാണാൻ പറ്റും. ഒരു പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ ആയിട്ട് കിടക്കുന്നു. അത് നമ്മൾ പോർട്രേറ്റ് ഓറിയൻറ്റേഷനിൽ നിന്ന് ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ ഇപ്പുറത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ലൈക്ക് ആ ഒരു 10 ഇഞ്ച് എന്ന് പറയുന്നത് മുകളിലേക്ക് പോയിട്ട് ഹൈറ്റിൽ നമ്മൾ 10 ഇഞ്ച് വെച്ചിരുന്നത് വിഡ്ത്തിലോട്ട് പോകുന്നത് കാണാം. അതുപോലെ തന്നെ തിരിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് പോർട്രേറ്റ് ആയിട്ട് വേണോ അതോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ എന്നാണ് ഇല്ലുസ്ട്രേറ്ററിനകത്ത് ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അടുത്തത് നമ്മളുടെ ആർട്ട് ബോർഡാണ്. ആർട്ട് ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ആർട്ട് ബോർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആർട്ട് ബോർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിക്കുക, നമ്മളെ പോസ്റ്റ് കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് അല്ലെങ്കിൽ ഒരു ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രോഷറിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും 2 ലീഫ്ലെറ്റ് പോലെയാണ് വരുന്നത്, ഇങ്ങനെ അടച്ചും തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 തരത്തിലുള്ളൊരു അടപ്പ് അതിന് പോലെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെയുള്ള ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ പേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾക്ക് 2 തരത്തിലുള്ള ആർട്ട് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ
രണ്ട് ആർട്ട് ബോർഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. സിമ്പിളി നിങ്ങൾക്ക് മുകളിലോട്ടുള്ള ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടാബോ 3 ടാബോ അല്ലെങ്കിൽ ആർട്ട് ബോർഡ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതുപോലെ തന്നെ തിരിച്ചും 1 ആർട്ട് ബോർഡിലേക്കും തിരിച്ചു വരാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 2 ആർട്ട് ബോർഡ്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. 7 ഇഞ്ച് വീതിയും 10 ഇഞ്ച് ഹൈറ്റുമുള്ള 2 ആർട്ട് ബോർഡുകൾ. അപ്പോൾ ഈ നിരയിലായിരിക്കും വരുന്നത്. പിന്നീട് താഴെ കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലീഡാണ്. ബ്ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ആർട്ട് ബോർഡിനകത്ത് ആർട്ട് വർക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിൻ്റെ ഓപ്ഷൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഈ ഒരു പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രസ്സിൽ വെച്ച് കട്ട് ചെയ്യുന്നൊരു സമയമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ആർട്ട് വർക്ക് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. ലൈക്ക് അതൊരു ബോർഡർലെസ് ആയിപ്പോവും, മനസ്സിലായോ? അപ്പോൾ ഒരു ബോർഡർലെസ് ഡിസൈനിൽ നിന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബ്ലീഡ് ചെയ്യാം. ബ്ലീഡ് പൊതുവെ ഒരു ചെറിയ ബ്ലീഡാണ് വയ്ക്കാറുള്ളത്. കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ആർട്ട് വർക്ക് ഒരുപാട് നമ്മളുടെ ആ ഒരു ആർട്ട് ബോർഡിൽ നിന്നും പുറത്തേക്ക് നിൽക്കും. അപ്പോൾ നോർമലി ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റേഴ്സ് കണക്കിനൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒരു ബ്ലീഡ് വയ്ക്കാറുണ്ട്. അതും പ്രിൻറ്റിങ്ങിന് മാത്രമേ ഈ തരത്തിൽ വയ്ക്കാറുള്ളൂ. അപ്പോൾ ആ തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു ബ്ലീഡ് നമ്മൾ സെറ്റപ്പ് ചെയ്തെടുത്തായിട്ട് ഒരു ചെയിനിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചെയിൻ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് ബ്ലീഡ് എന്ന് പറയുമ്പോഴത്തേക്കും താഴ്ഭാഗത്തേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ടോപ്പിൽ മാത്രമല്ല, ലെഫ്റ്റിൽ മാത്രമല്ല, റൈറ്റിൽ മാത്രമല്ല, ഒരു ആർട്ട് ബോർഡിൻ്റെ എല്ലാ സൈഡിലും ബ്ലീഡ് ഓപ്ഷൻസ് ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെയിൻ ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളുടെ ആർട്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു പ്രിൻറ്റിങ് സെക്ഷനിലേക്ക് അവിടെ ഒരു കട്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ചെയിൻ സെക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് സിമ്പിളി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് ബോട്ടത്താണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ചെയിൻ ഓഫ് ചെയ്തതിന് ശേഷം ബോട്ടം മാത്രം നമുക്ക് ഇഞ്ച് കൂട്ടി കൊടുക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഒരു ബോട്ടത്തിൽ ഞാനൊരു 2 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റതൊന്നും മാറിയിട്ടില്ല. ടോപ്പും ലെഫ്റ്റും എല്ലാം 1 ഇഞ്ചും തന്നെയാണ് നടക്കുന്നത്. അഗെയിൻ ഞാൻ ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അഗെയിൻ ഒരുപോലെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് അഡ്വാൻസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കാണാം ആദ്യം തന്നെ കിടക്കുന്നത് കളർ മോഡാണ്. കളർ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കളർ മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് കളർ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ RGB കളറ്, അതുപോലെ തന്നെ CMYK കളർന്ന് കിടപ്പുണ്ട്. CMYK എന്ന് പറഞ്ഞാൽ സയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMYK നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ CMYK ഉപയോഗിക്കുന്നത് പ്രിൻറ്റിങ് സെക്ഷനിലാണ്. ലൈക്ക് നമ്മളുടെ പ്രിൻ്ററിൻ്റെ ടോണറൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ്, സയാൻ, മജന്ത. അപ്പോൾ പഴയ തരത്തിലുള്ള ടോണർ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് CMYKയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ്ലി നമ്മൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അതേപടി തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. RGB കളർ ചൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ മാത്രമാണ്, നമ്മൾ ഡിജിറ്റലി പ്രിൻറ്റ് ചെയ്യാൻ മാത്രമാണെങ്കിൽ നമുക്ക് RGB കളർ തന്നെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റാസ്റ്റർ എഫക്ട്സ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മളുടെ ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത് വെക്ടർ എഫക്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നിരുന്നാലും നമ്മളുടെ ഡിജിറ്റൽ ഔട്ട്പുട്ടുകൾ എടുക്കുന്നത് റാസ്റ്റർ ഫയലായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ റാസ്റ്റർ ഫയലായിട്ട് എടുക്കുന്നത് നമ്മൾ എന്ത് ഫയലിലാണ് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഫയലിലാണ് നമ്മൾ ഔട്ട് എടുക്കേണ്ടതെന്നാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ 720 ppi എന്നാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഒരു സ്ക്രീനും 72 ppi അല്ല, ഞാൻ നേരത്തെ എത്ര പറഞ്ഞെന്നറിയില്ല, 72 ppi അല്ല ഒരു സ്ക്രീനും ഉള്ളത്. നമ്മളുടെ പല ഫോണുകളും ഇപ്പം 330, 440 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പഴയ കണക്കാണ്. ഇപ്പോഴും 2022 അഡോബ് സ്ക്രീന് 72 ppi ആണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഹൈ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ റിസോഴ്സ് യൂസ് ചെയ്യും. നമുക്ക് ഇപ്പോൾ മീഡിയത്തിലേക്ക് പോകാം. 150 ppi ഒക്കെ എനഫാണ്. ഇത് ക്വാളിറ്റി റിലേറ്റഡ് ആണ് കേട്ടോ. 72 ppi എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ക്വാളിറ്റി ലോസ് ആയിരിക്കും. അത് എത്രത്തോളം ഹയർ ആയിരിക്കുമോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മളുടെ പ്രിവ്യൂ മോഡാണ്. ഇവിടെ പ്രിവ്യൂ മോഡ് നമുക്ക് പിക്സൽ ഓവർ പ്രിൻ്റ് ഒന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന വഴിക്ക് പറഞ്ഞു തരാനുള്ളതാണ്. ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുമെന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്. നമുക്ക് അത് വരുന്ന വഴിയിലേക്ക് നോക്കാം. ഇനി നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ഞാൻ മോർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. ലൈക്ക് മോർ സെറ്റിങ്സിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നെയിം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഫൈല്
നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊഫൈലാണ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ കസ്റ്റം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ കസ്റ്റമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ നമ്പർ ഓഫ് ആർട്ട് ബോർഡ് 2 നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ സ്പേസിങ് നമ്മൾ സെലക്ട് ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാനുള്ളതുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ആർട്ട് ബോർഡിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലൈക്ക് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ആർട്ട് ബോർഡ് വരണോ, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരണോ എന്നുള്ളത് ആർട്ട് ബോർഡ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ആർട്ട് ബോർഡ് ഇങ്ങനെ നെക്സ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആർട്ട് ബോർഡ് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. നിങ്ങൾക്ക് ആർട്ട് ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് റോയിലേക്ക് വരണമെന്നുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകണോ, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകണോ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആരോയും അവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അത് സ്വിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ആരോ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സ്പേസിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ബോർഡ് അല്ലെങ്കിൽ 2 ആർട്ട് ബോർഡുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് സ്പേസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിങ് നമുക്ക് ഇഷ്ടമുള്ള ഇഞ്ചസിലേക്ക് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സംസാരിച്ച് ഒരുപാട് സമയം പോയി, ഞാൻ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ സൈസ് നമ്മൾ കസ്റ്റം ചൂസ് ചെയ്തു. വിഡ്ത്ത് നേരത്തെ നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. യൂണിറ്റ് നമുക്ക് അറിയാം. ഓറിയൻറ്റേഷനെ പറ്റി നമ്മൾ സംസാരിച്ചു. ബ്ലീഡിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ ഇത്രയുമാണ് മോർ സെറ്റിങ്സിനകത്ത് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റിടത്ത് കണ്ട പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വളരെ റഫായിട്ട് കൊടുത്തൊരു ഡീറ്റെയിൽസ് ആണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. യെസ്, അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം ആ ഒരു 2 ഇഞ്ച് ബ്ലീഡ് കൊടുത്തതാണ് ആ ഒരു സ്ക്വയറിലായിട്ട് നിങ്ങൾ കാണുന്നത് പുറത്തായിട്ട്. അപ്പോൾ നമുക്ക് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് പോലെ നമ്മൾ അത്രയും കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ ആർട്ട് ബോർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 10 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 10 ഇഞ്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് ഹൈറ്റിലുള്ള 2 ആർട്ട് ബോർഡുകൾ ഇവിടെ വന്നു. ഈ ആർട്ട് ബോർഡുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നതും എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയൊരു ഐഡിയ ഉണ്ടായി കാണും. അപ്പോൾ ഓപ്പൺ എന്ന് പറയുന്ന സീരീസിൽ ഇത്രയുമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇല്ലുസ്ട്രേറ്ററിൽ ഒരു ഫയല് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, എന്തൊക്കെ സെറ്റിങ്സ് ആണ് അതിന് പിന്നിലുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ മറക്കാതെ നെക്സ്റ്റ് എപ്പിസോഡ് കാണുക. സീ യു ഗൈസ്.